ഹലോ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ബ്രെഡും മുട്ട ഇരിപ്പുണ്ടോ? എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് 2 ബ്രെഡ് എടുത്തിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു വശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അതൊക്കെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നമ്മുടെ മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഈ ഒരു മുട്ടയിലേക്ക് ഒന്നിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ നേരം നമ്മുടെ ഈ മുട്ടയും ബ്രെഡും മിക്സ് ഒന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മളൊരു പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി സവോളയാണ്. സവോള ചെറുതായിട്ട് നമ്മൾ കൊത്തിയരിഞ്ഞതാണ്. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമുറി തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ടയും മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു അല്പം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രെഡും മുട്ടയും ഒക്കെ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചീസ് സ്ലൈസ് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.